നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒട്ടും തന്നെ കട്ട പിടിക്കാതെ കുഴഞ്ഞു പോകാതെ നല്ല പൊടി പൊടിയായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്കൊന്ന് കടുക് വറക്കണം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു 3-4 സ്പൂൺ എണ്ണയുണ്ട്. അപ്പോൾ റവയൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഒരു 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ കടുകിനോടൊപ്പം ഉഴുന്നും കടലപ്പരിപ്പും ഒക്കെ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ഉപ്പുമാവിന് കൊടുക്കും. അപ്പോൾ അതിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ഇങ്ങനെ വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് ഒന്ന് കടിക്കാതിരിക്കാൻ വേണ്ടി നീളത്തിൽ മുറിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുവിധം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഞാനൊരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഉപ്പാണ് എടുക്കുന്നത്. ഇപ്പോൾ 1.5 കപ്പ് റവയ്ക്കാണ് ഞാൻ ഇന്നിവിടെ ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഈ കടുക് വറക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ തേങ്ങ കൂടി ഈ സമയത്തൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റവ ചേർക്കണം. ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറണ്ട. ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതൊന്ന് ചേർത്തിട്ട് വറുത്തെടുക്കാം. ഈ റവയുടെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും എണ്ണ ആദ്യമേ ഒഴിച്ചത്. അപ്പോൾ റവ വറുത്തെടുക്കുന്ന സമയത്ത് തീയൊന്നും ഒരുപാട് കൂട്ടിയിടരുത്. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാതെ വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാൻ. റവ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മൂക്കുന്ന ഒരു പരുവമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ക്യാമറയിൽ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. നിങ്ങളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഒന്ന് പൊരിഞ്ഞു വന്നതുപോലെ ആ റവയൊന്ന് മാറണം. അപ്പോൾ ആ ഒരു പരുവം വരെ ഇത് വറുത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പച്ചവെള്ളമല്ല ചേർക്കുന്നത്, നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഈ 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് ചൂടുവെള്ളം തന്നെ അളന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് ഇളക്കിയെടുക്കണം. വെള്ളം ഒന്നിച്ച് റവയിലേക്ക് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴിക്കുന്ന ഭാഗത്തെ റവ എല്ലാം കൂടി ഒന്ന് കൂടി ചേർന്നിട്ട് അത്രയും ഭാഗം മാത്രം ഒന്ന് കട്ടിയായിട്ടിരിക്കും. ബാക്കി ഭാഗത്തേക്ക് വെള്ളം ഒന്നും എത്തില്ല. അതുകൊണ്ട് ഇതേപോലെ തന്നെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കണം. ഈ രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കാനുള്ള ഒരു വെള്ളത്തിൻ്റെ കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ എത്രത്തോളം റവ എടുക്കുന്നോ അത്രത്തോളം തന്നെ ചൂടുവെള്ളം എടുക്കുക എന്നതാണ്. ഇപ്പോൾ ചില റവയ്ക്ക് വേവ് കൂടുതലായിരിക്കും. അത് കാരണം നിങ്ങൾ എടുക്കുന്ന ആ അളവിൽ കുറച്ചുകൂടി വെള്ളം കൂടുതലെടുത്തൊന്ന് തിളപ്പിച്ച് വെക്കുക. അതിനുശേഷം എടുക്കുന്ന റവയുടെ അത്രയും തന്നെ അളവ് വെള്ളം ഒന്ന് ഇതിലേക്ക് ചേർത്ത് നോക്കുക. ആദ്യം തികഞ്ഞില്ലെങ്കിൽ മാത്രം ബാക്കിയിരിക്കുന്ന വെള്ളം കൂടി ചേർത്താൽ മതി. വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കണം. അതുപോലെ കട്ടകളായിട്ട് എന്തെങ്കിലും ഉണ്ടായി വരികയാണെങ്കിൽ തവി വെച്ച് തന്നെ അതൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് വെള്ളത്തിൽ 3/4 ഭാഗത്തോളം വെള്ളവും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാക്കി വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തന്നെ റവ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് റവ വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് വെന്തിട്ടില്ല എങ്കിൽ ബാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി വീണ്ടും ഒന്നുകൂടി വേവിക്കാം. റവ ഇപ്പോൾ തന്നെ നല്ല പൊടിയായിട്ടാണ് കിടക്കുന്നത്, ഒട്ടും കട്ടയായിട്ടില്ല. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ വേവിക്കണം. അതും ചെറിയ തീയിലിട്ടാണ് വേവിക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ തേങ്ങ കൂടി ചേർത്തിട്ട് ചെറുതായി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം.
ഇതാ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊടി പൊടിയായിട്ടുള്ള ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, നല്ല പൊടിയായിട്ട് കിടക്കുകയാണ്, ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുക. അപ്പോൾ പഴത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കടലക്കറിയോ പരിപ്പോ പപ്പടമോ എന്തിൻ്റെ കൂടെ ആയാലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ അളവിലും അതേ രീതിയിലും നിങ്ങൾ ഉപ്പുമാവ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒട്ടും കുഴഞ്ഞു പോവാതെ കട്ട പിടിക്കാതെ നല്ല പഞ്ഞി പോലെ പൊടി പൊടിയായിട്ട് കിടക്കുന്ന ഉപ്പുമാവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന ടിപ്സൊക്കെ ഒന്ന് ഓർത്തിട്ട് നിങ്ങൾ വീണ്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.